ഹലോ, ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു 90s കിഡ്സും അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ കുട്ടിക്കാലമൊക്കെ കളർഫുൾ ആക്കിയിട്ടുള്ള ഒരാളാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം ദിവ്യ ഉണ്ണി ചേച്ചി. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം നേരിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ ഇപ്പൊ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂസിന്റെ താഴെ ഒരു കമന്റ് കണ്ടാണ്, ശക്തിമാനെ പോലെ നമ്മുടെ കുട്ടിക്കാലവും കളർഫുൾ ആക്കിയിട്ടുള്ള ഒരാളൊക്കെ. അത് സത്യം. നമുക്ക് ചേച്ചി എന്ന് പറയുമ്പോ തന്നെ നമ്മളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. അപ്പം അതിനാദ്യം ഞങ്ങൾ അങ്ങോട്ട് ഒരു താങ്ക് യു പറയട്ടെ. ഇപ്പോഴും ചേച്ചിനെ കാണുമ്പം ആളുകൾ എടുത്തു പറയുന്ന ഒരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ആക്ച്വലി ഒരുപാട് പേർക്ക് ആകാശഗംഗ ഇഷ്ടമാണ്, കുറെ പേര് ഉസ്താദ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതെ, എല്ലാ സിനിമകളെ പറ്റിയും ആളുകൾ പറയാറുണ്ട് ഇപ്പോഴും. ഇപ്പൊ കല്യാണ സൗഗന്ധികം വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും ഇങ്ങനെ കോമിക് ടൈമിംഗ് എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് ടൈമിംഗ് ഉള്ള അത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇപ്പോ ദിലീപ് അല്ലെങ്കിൽ ഹരിശ്രീ അശോകൻ, കലാഭവൻ മണി, അങ്ങനെ വലിയൊരു ലോങ് ലിസ്റ്റ് ഉണ്ട് ആ സിനിമയില്. അപ്പൊ ആ ഒരു സെറ്റും അതിന്റെ എക്സ്പീരിയൻസും എങ്ങനെയായിരുന്നു? അതിലെ എക്സ്പീരിയൻസ് ഞാനൊരു സ്കൂൾ കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ ഇടയ്ക്ക് പോയി എഴുതി അഭിനയിച്ചതാണ് ആ സിനിമ. സോ ഞാൻ ജസ്റ്റ് അവിടെ എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ വർക്ക് കാണാൻ രസമായിരുന്നു. അന്ന് ഇങ്ങനെ അവര് പറയുമ്പോൾ നമ്മള് സിനിമയിൽ കണ്ടിട്ടുള്ളവരല്ലേ, അപ്പൊ അവരെ കണ്ട് നമ്മൾ ചിരിപ്പിക്കുക, നമ്മൾക്ക് ചിരി കൺട്രോൾ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ചെറിയ ഓർമ്മകളൊക്കെ. അതെനിക്കൊന്ന് ഇപ്പോഴും എല്ലാരും പറയുന്നത് ചിലപ്പോ ആ ചെമ്പരത്തിപ്പൂ സീനായിരിക്കും അല്ലേ? അതെ അതെ, അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം കുറെ എല്ലാവരും ഹാസ്യം നല്ലോണം കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. അതെ. അപ്പൊ ഈ ചെമ്പരത്തിപ്പൂ പറഞ്ഞപ്പോഴാണ് മോളും ഇതേപോലെ ചെമ്പരത്തിപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന് വരുമ്പോ ചെറിയ ആളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇയാളാണോ തന്നത്? അതെ അതെ അതെ, അത് ഫ്ലവേഴ്സ് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇതും സിനിമയായിട്ട് കണക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, അത് എവിടെ പോയാലും എനിക്കൊരു പൂ കൊണ്ട് തരും. എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോ വിന്ററിലൊക്കെ ഈ പൈൻ കോൺ ഒക്കെ വീഴും, അങ്ങനെ എന്തെങ്കിലും. എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം ബാഗിൽ നിന്ന് എടുത്ത് തരാനായിട്ട് വെക്കും. ഓ, അങ്ങനെ ഒരു ദിവസം തന്നത് ചെമ്പരത്തി. അതെവിടെ നിന്ന് കിട്ടിയപ്പോ? അത് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന് മുമ്പിൽ തന്നെ ഈ ഒരു ലാവൻഡർ ചെമ്പരത്തി ഉണ്ട്. അപ്പൊ അത് പറിച്ചു. ഇത് അമ്മയുടെ പൂ. അപ്പൊ ചേച്ചിക്ക് പെട്ടെന്ന് കല്യാണ സുഗന്ധിക്ക് ഓർമ്മ വന്നല്ലേ? ഇല്ല, അത് കണ്ടവർക്കൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ അതന്നെ, എന്റെ ക്ലാസ്സിൽ വെച്ച് തന്നതാ. ഓ, ഇപ്പൊ ക്ലാസ് പറഞ്ഞപ്പോഴാണ്, അവിടെ ഇപ്പൊ ഡാൻസ് ടീച്ചറാണ്, അതേപോലെ ഡാൻസ് ഇത്രയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുമ്പോണ്ടല്ലോ, അവിടെ പുറത്തുള്ള ആളുകൾ ഇത്രമാത്രം നമ്മുടെ ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നവരാണല്ലേ ഇപ്പം? അതെ അതെ, ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾക്കൊരു ഐഡന്റിറ്റി വേണം എന്നുള്ള രീതിയിൽ. അപ്പൊ അതെല്ലാവരുടെയും, എനിക്ക് തോന്നുന്നു ഏത് രാജ്യത്ത് ജനിച്ചവർക്കും ആ ഒരു അവരുടെ മണ്ണുമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഐ തിങ്ക് നമ്മളെ വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ വേറെ രാജ്യത്ത് പോകുമ്പോഴേ നമുക്ക് ഇവിടത്തെ ആ ഒരു റൂട്ട്സ് വിടാണ്ട് വേണം. പിന്നെ പിള്ളേരാകുമ്പോ അവർക്കും ആ റൂട്ട്സ് കിട്ടണം. ഇവിടെ ജനിച്ചവരാണെങ്കിലും അത് ബിക്കോസ് നമ്മുടെയൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ ബേസ്ഡ് ആണല്ലോ. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒക്കെ കുട്ടികൾക്ക്, അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ കലാരൂപങ്ങളിൽ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴും അതിങ്ങനെ ആ ഒരു ഫീലിംഗ് ഓഫ് പാസിംഗ് ഡൗൺ ദ റൂട്ട്സ് എല്ലാ ജനറേഷനിലും ഞാൻ കാണുന്നു. അപ്പൊ 21 years ആയിട്ട് അവിടെയല്ലേ, അപ്പൊ എനിക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ആഗ്രഹം, കൾച്ചർ പാസ് ഡൗൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അവിടുത്തെ ഇന്ത്യൻസിൽ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡാൻസ് സ്കൂൾസ്, പാട്ട്, നമ്മുടെ തരം പെയിന്റിങ്സ്, ഇപ്പൊ തന്നെ നമ്മൾക്ക് തന്നെ ഇപ്പൊ ടാൻജോർ പെയിന്റിംഗ് ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ അവരുടെ ഒരു പ്രത്യേകത, അതിനൊക്കെ ക്ലാസ്സുകൾക്കും നല്ല ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ തന്നെ ഡാൻസ് കൂടാണ്ട് ഇതൊക്കെ. അപ്പൊ അവിടെ സ്റ്റുഡൻസ് കൂടുതൽ അറ്റ്ലീസ്റ്റ് അമേരിക്കക്കാരുണ്ടോ അതോ? ഇല്ല, ഇന്ത്യൻ വംശജർ തന്നെയാണ്. ആണല്ലേ? ഇന്ത്യൻ വംശജർ എന്നൊക്കെ പറഞ്ഞു ഞാൻ 21 വർഷമായിട്ട് അമേരിക്കയിലാണ്, പക്ഷെ മലയാളം ഹൈ എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ചേച്ചി ഇത്ര ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുന്നത്? മറന്നുപോയില്ല, ഇവിടെയാണ് കുറച്ചും കൂടെ ഇങ്ങനെ എന്താ പറയാ ഇപ്പോഴത്തെ, എനിക്ക് ആക്ച്വലി പഠിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ന്യൂജൻ ലാംഗ്വേജുകളാണ്. സീൻ മോനെ എന്നൊക്കെ ചേച്ചി കേട്ടിട്ടുണ്ടോ? അതിന് എന്റെ പിള്ളേർ എന്നെ പഠിപ്പിക്കും. ഇത് അവിടെ ഉണ്ട്, ഇതിങ്ങനെ, അതായത് സ്ലാങ്
ആ ഇതിങ്ങനെ പറഞ്ഞാൽ മിസ് ദിവ്യ ഇതിങ്ങനെ പറഞ്ഞാല് എന്താ യു നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അതെന്താ വലിച്ചീറി ഒട്ടിച്ചു എന്നാണ് അർത്ഥം. നോ, അതിന്റെ അർത്ഥം യു ഡിഡ് ഗുഡ് എന്നാണ്. ഞാൻ യാ പറഞ്ഞു "ഓ, ശരി." ഇങ്ങനെ ഈ സ്ലാങ് ഒക്കെ പിള്ളേര് എനിക്ക് പഠിപ്പിക്കും, ഞാൻ അവർക്ക് ഡാൻസ് അതിന്റെ ഇടയിൽ പഠിപ്പിച്ചു കൂടെ കൊടുക്കുന്നു. കുറച്ച് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ മലയാളം മലയാളം എനിക്ക് കവിതയും കഥയൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടമാണ്. ആ എന്നും പറഞ്ഞ് വലിയ വായനയൊന്നുമില്ല, പക്ഷെ നമുക്ക് ഡാൻസിൽ തന്നെ ഡാൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ലിറിക്സ് നോക്കി അതിന്റെ മീനിങ് കണ്ടുപിടിച്ചൊക്കെ ആ പറയണമല്ലോ. അതെ. അതിന്റെ ബേസിലാണ് കൊറിയോഗ്രാഫി വരുന്നത്. ഉം അതുകൊണ്ട് ലാംഗ്വേജ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കും. അതെ. അത് നല്ല രസമുണ്ട് കേൾക്കാൻ. ഞങ്ങള് കൂടി ഇത്രയും നന്നായി മലയാളം പറയുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയം. ഇവിടെ ജോലി കിട്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സാധാരണ ഇപ്പൊ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുമ്പം ആദ്യം ചോദിക്കുന്ന ഈ പറഞ്ഞ പോലെ എപ്പോഴാണ് തിരിച്ചു പോവാന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പേർപ്പസിനായിരിക്കും അവർ വരുന്നുണ്ടാകുക. അപ്പം ഇത്തവണ ചേച്ചിയുടെ വിസിറ്റും അങ്ങനെ ഒരു പേർപ്പസിനാണെന്ന് അറിയാം. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു കാര്യം ഒന്ന് പറയൂ. അത് നമ്മൾ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ആർട്ട് മാഗസീൻ ആണ്. അപ്പൊ അവരുടെ ഒരു ബ്രെയിൻ ചൈൽഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ്. ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നത് പോലെ 12,000 ഡാൻസേഴ്സ് ഒരേ സമയം നൃത്തം ചെയ്യുന്നു ഒരു ഗാനത്തിന്. അതിന് നമ്മൾ പ്രത്യേക രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാനം, അതായത് നമ്മളിപ്പോ വെറുതെ ഒരു ഓൾറെഡി ക്രിയേറ്റഡ് ഒരു സോങ് എടുത്തല്ല, ഇതിനു വേണ്ടി തന്നെ നമ്മൾ കൈതപ്രം സാർ എഴുതി, അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ദീപാങ്കുരൻ സംഗീതം ചെയ്തിട്ട് അനൂപ് ശങ്കർജി അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അതിന്റെ കോറിയോഗ്രാഫി ഞാൻ ചെയ്തിട്ട് നമ്മൾ ഈ 12,000 പേർക്കും ഈ കോറിയോഗ്രാഫി എത്തിച്ചു കൊടുത്ത് അവരത് പഠിക്കുകയാണ്. അവർ പഠിക്കുന്നത് സ്വയം ജസ്റ്റ് പഠിക്കുകയല്ല, ലൈക്ക് മോഡേൺ ഓൺലൈൻ ലേണിംഗ് അല്ല, അവർക്ക് അസൈൻഡ് ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ കീഴിൽ. അപ്പൊ ഈ ടീച്ചേഴ്സ് ആണ് അവരെ പഠിപ്പിക്കുന്നത്. നമുക്കിപ്പോ അതുകൊണ്ട് മാത്രമാണ് ഈ ടീച്ചേഴ്സ്, ഈ ഗുരുക്കന്മാർ ഒരു 500ഓളം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കീഴിലുള്ള ഒരു എന്താ പറയാ, അവരുടെ ട്രെയിനിങ്ങിലൂടെയാണ് ഈ 12,000 പേര് എത്തുന്നത്. അത് അതിനുശേഷം നമ്മൾ എല്ലാരും ഒന്നിച്ച് ഡാൻസ് ചെയ്യും. ഓ അടിപൊളി. 1-2 ആൾക്കാരല്ല, അത്രയും 12,000? എങ്ങനെ ഇത് എവിടെ നിന്നാണ് ഡാൻസ് കളിക്കുക? വലിയൊരു അത് കല്ലൂരാണ്, കല്ലൂര് സ്റ്റേഡിയത്തിലാണ് നമ്മൾ ചെയ്യണത്, എറണാകുളത്ത് തന്നെയാണ്. സോ ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇത്രയും നമ്പർ വരാത്തത് കൊണ്ട് നമ്മൾ ഗിന്നസ് അറ്റംപ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഈ ഒരു തോട്ട് എങ്ങനെയാണ് അത് ഈ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ അതിന്റെ സിഇഒസ് ആണ് മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നിഘോഷ്. അവരാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ എനിക്ക് തോന്നുന്നു ആ ഗാനത്തിന്റെ രചനയും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നോട് ചോദിച്ചത് ഇങ്ങനെ. അപ്പൊ ഞാൻ കേട്ടപ്പോ തന്നെ നമ്മളിലൂടെ എന്താ പറയാ, ഡാൻസ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ജസ്റ്റ് അങ്ങനെ വെറുതെ സംഭവിക്കില്ല. അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് വരണമല്ലോ. അത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ പ്രസൻസിലൂടെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഡാൻസ് ജസ്റ്റ് വരുന്നില്ല, കോറിയോഗ്രാഫി ആണെങ്കിൽ എന്താണെങ്കിലും ഇപ്പൊ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ആ ഐഡിയ എങ്ങനെ നമ്മുടെ മനസ്സിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉത്തരവില്ലല്ലോ. അതൊരു ഡിവൈൻ സംഭവം തന്നെയാണ്, അതിന് ആൻസർ ഇല്ലാത്ത. അപ്പൊ അങ്ങനെ വരുന്ന നമ്മുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്ന ഒരു 12,000 പേര് കളിക്കണമെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഒരു എന്താ പറയാ, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് വന്നു. അപ്പൊ അങ്ങനെ ആ പ്രോജക്റ്റിലേക്ക് ക്ഷണം വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ്. അത് 29-ാം തീയതിയാണ്, ഡിസംബർ 29. അവന് കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലേ? അതിന്റെ ടെൻഷൻ ഉണ്ടോ, അത് എക്സൈറ്റ്മെന്റ് ആണോ? എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ വന്നപ്പോ തൊട്ട് ഇത്തവണത്തെ വരവിന് അതൊരു മധുരം കൂടുതലാണ്. കാരണം ഇതുപോലെ ഇവിടെ ഇപ്പൊ ഞങ്ങളൊരു കുറച്ച് യാത്രകളൊക്കെ പോയിരുന്നു. കേരളത്തിലിപ്പോ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴും ബാംഗ്ലൂർ പോയപ്പോഴും ഇവിടെ 1-2 ഡാൻസ് പ്രോഗ്രാംസ് ഇവിടെ ഭാവ് നടക്കുന്നുണ്ടായിരുന്നു കൊച്ചിൻ മുനിസിപ്പാലിറ്റി. അതിനൊക്കെ പോയപ്പോഴും ഇങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുണ്ട് കേട്ടോ, ഞങ്ങളും പഠിക്കും, ഞങ്ങൾ എന്നും കാണുന്നുണ്ട് ചേച്ചിയെ, ഞങ്ങള് വീഡിയോയിൽ കാണുന്നുണ്ട്, ചേച്ചി അയച്ച കോറിയോഗ്രാഫി ഞങ്ങളും, അങ്ങനെ കുറെ പേര്. സോ അതൊരു ഡാൻസേഴ്സ് ഇങ്ങനെ എന്താ പറയാ, ഒരു എല്ലാരും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ഫീലിംഗ്. എവിടെ പോകുമ്പോഴും അവരൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ഉണ്ട് മൃദംഗനാഥം, നമുക്ക് അന്ന് കാണാം, അങ്ങനെയൊക്കെ. അപ്പൊ കൊറേ അല്ലെ, ഒരു എന്താ പറയാ വീട് പോലെ മാറി. അതെ അതെ, കാരണം ഇത് 12,000 പേരും
12,000 പേരെന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ 12,000 ഫാമിലീസ് ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. അതെ. അവിടുന്ന് ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അവര് സത്യം. പ്രാർത്ഥിക്കണൊക്കെ ഉണ്ടല്ലോ. സോ ഹൈ എനർജിയാണ്. യെസ്. അപ്പൊ ആ ഒരു എനർജിക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്. അപ്പം നേരത്തെ പറഞ്ഞു ഇപ്പൊ കാണുമ്പം പറയുന്ന സിനിമകളിൽ ഒന്ന് ആകാശഗംഗ. ഇപ്പൊ ആകാശഗംഗ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സിനിമ കാണുമ്പോ തന്നെ. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ആ കാലത്ത് എന്ന് വെച്ചാൽ മറ്റേ വീടിന്റെ മുകളിൽ കൂടെയൊക്കെ പറന്ന ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആകാശത്തേക്ക് ഒരാൾ പൊന്തി പോകുന്നു. ഇതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പിന്നെ പറഞ്ഞ പോലെ അന്ന് ഇത്രയും ഇന്റർവ്യൂസും ഇല്ല. അന്ന് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് പറഞ്ഞതിന് കേൾക്കാൻ കൂടി നമുക്കൊരു സ്പേസ് ഇല്ല. സോ ആകാശഗംഗയെ പറ്റി പറയൂ. അന്ന് അത് നമ്മള് എന്താ പറയാ, ടെക്നിക്കലി അത് ക്യാമറ സൈഡും ഡയറക്ഷൻ സൈഡും ആണ്. നമ്മളിങ്ങനെ സുഖമായിട്ട് ഇരുന്ന് എന്താ പറയാ എൻജോയ് ചെയ്തേ ഉള്ളൂ. പിന്നെ പടം ഇറങ്ങിയപ്പോ ഒക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിയുള്ളൂ സീക്രട്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നു എന്നല്ലാണ്ട് നമ്മൾക്ക് നമ്മൾ പറഞ്ഞ ജോലി ചെയ്തതേ ഉള്ളൂ. അത് അവരുടെ ടെക്നിക്കലും എഫക്ട്സും ഒക്കെ അതൊക്കെ ആ സൈഡാണ്. രാമേന്ദ്ര റാവു സാറായിരുന്നു ക്യാമറ, പിന്നെ വിനയൻ അങ്കിളിന്റെ ഡയറക്ഷൻ. പിന്നെ അതിൽ കുറെ എന്താ പറയാ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് ഈ ഗാഡ്ജറ്റ്സ് പോലെ കുറെ മറ്റേ പ്രൊപ്പല്ലർ, കരിയില തൂക്കുക, ഇങ്ങനെ എന്താ പറയാ ആളെ കെട്ടി തൂക്കി പൊക്കല്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാറ്റൊക്കെ അടിക്കുമ്പോ കണ്ണിലേക്ക് പൊടിയൊക്കെ അടിക്കില്ലേ? പിന്നെ ഇപ്പൊ കരിയില, അതാ ഞാൻ പറഞ്ഞ കരിയില വരും, എന്തൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു അത് കഴിഞ്ഞ് അത് തീരുമ്പോ നമ്മുടെ കാലിന്റെ അവിടെ നിന്ന് തന്നെ അതൊക്കെ വാരിക്കൊണ്ട് പിന്നെ അടുത്ത ടേക്ക് 2 അത് തന്നെ അത് പിന്നെയും വരിയും. അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ ഈ ലെൻസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രേതമായിട്ടിരിക്കുക. ലെൻസ് ഒന്നും ഞാൻ അത് ആദ്യത്തെ സിനിമയല്ല. ഈ കോണ്ടാക്ട് ലെൻസ് ഇതൊക്കെ നമുക്ക് പുതിയത്, നമ്മളൊന്നും അതെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇതിന്റെ കൂടെ ഇതും മറന്നു പോകുന്നുള്ള പേടിയിലൊക്കെയാണ് കണ്ടിന്യൂ ടെറർ വരുമെന്നൊക്കെ അല്ലേ? ഈവൻ കല്യാണ സൗന്ദര്യം പല പല ഗെറ്റപ്പില് ചേച്ചിനെ കണ്ടൊരു സിനിമയാണ്. അതിപ്പോ മോഡേൺ ആയിട്ടും ഉണ്ട്. അതിലിപ്പോ മണിച്ചേട്ടന്റെ കൂടെയുള്ള ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു ഇടയ്ക്ക് ഒരു ക്ലാസിക്കൽ പോർഷൻ വരുന്നു, പിന്നെ ഇടയ്ക്ക് ഭയങ്കര അങ്ങനത്തെ അത് എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തപ്പോ ആ ഷൂട്ടിന്റെ സമയത്തൊക്കെ? അതൊക്കെ ഒരു പ്ലാൻഡ് എന്താ പറയാ ലോഞ്ച് പോലെ. ഇപ്പൊ വിനയൻ പറഞ്ഞു ഫസ്റ്റ് മൂവി ആവുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഡാൻസിന്റെ അറിയാം ആളുകൾക്ക്, കാരണം യൂത്ത് ഫെസ്റ്റിവലും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോ എല്ലാം ചേരും എന്നുള്ള ഒരു എല്ലാ ലുക്കും അതിൽ തന്നെ ട്രൈ ചെയ്താല് ഇനിയിപ്പോ ആളുകൾ കാണുന്നവർക്ക്, അതായത് അടുത്ത ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അതങ്ങനെ നമുക്കുള്ള ഐഡിയ ആയിരുന്നു. പ്ലാന്. പക്ഷെ അത് അടിപൊളിയായിരുന്നുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. നമുക്ക് നമ്മള് അങ്ങനെ യൂസ്ഡ് ഒന്നുമല്ല. നമ്മൾ സാധാരണ സ്കൂൾ യൂണിഫോം, പിന്നെ എന്താ ഓണത്തിനും വിഷുവിനും ഒക്കെ പട്ടുപാവാട, അത്യാവശ്യം കുറച്ചൊരു ചുരിദാറിന്റെ എന്തൊക്കെ വെറൈറ്റി, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇന്നത്തെ കുട്ടികളുടെ പോലെ ഒരുപാട് അങ്ങനെ പല വെറൈറ്റി അന്ന് അവൈലബിളും അല്ല, അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പ്രണയവർണ്ണങ്ങൾ സിനിമ അതിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേട്ടുമ്പോൾ ഒരു ക്യാരക്ടർ കേട്ടപ്പം സത്യം ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ചിന്തിക്കുന്നതെന്നൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത് ഇപ്പൊ ഇന്റർവ്യൂസിലൂടെയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് റോള് എടുക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെയിൻ ലീഡ് ആയിട്ടുള്ള ഒരു വേറൊരു ആർട്ടിസ്റ്റിന്റെ ആ ഒരു ക്യാരക്ടറിനെ എതിരെ നിൽക്കുന്നെന്ന് പറയുമ്പോൾ വേണോന്നോ, അങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടില്ല. പിന്നെ സിബ് സാറിന്റെ കൂടെ സെക്കൻഡ് മൂവി ആയിരുന്നു അത്. സോ അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടൊന്നുമില്ല. സാർ പറഞ്ഞു മോഡേൺ ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞു. അതിന് കുറച്ച് ഡ്രസ്സിങ് അതിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് തോട്ട് ഇട്ടിരുന്നു. പിന്നെ അത് നെഗറ്റീവ് എന്നുള്ളതിനെക്കാട്ടിലും വികൃതി എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരുന്നത്. ആക്ച്വലി ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് അങ്ങനെ വലിയ ഒരു എസെൻസ് ഇല്ലാണ്ട് അറിയാണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ്, വെപ്രാളത്തിൽ കാണിക്കുന്നതാണ്. സോ അല്ല അങ്ങനത്തെ ഒന്നും നോക്കാറില്ല. ഈവൻ ഇപ്പോഴും എനിക്കൊന്ന് ഒത്തിരി സ്വപ്നങ്ങൾ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, ഇപ്പോഴും ട്രെൻഡാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതിൽ നമ്മളിപ്പോ ഒരു സ്റ്റൈലിഷ് ഗേൾ, അല്ലെങ്കിൽ നമ്മൾ ആ പാട്ടൊക്കെ കാണുമ്പോൾ പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കോളേജിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ചേച്ചിയാണ് നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നതെന്നുള്ളതാണ്. അപ്പൊ അന്ന് ഇതുപോലെ ഭയങ്കര എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിലെ? കോളേജ് അങ്ങനെയല്ലല്ലോ. അല്ല കോളേജിൽ പോകുമ്പോ പക്ഷെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ എന്താ പറയാ ബൈക്കിൽ നടന്ന് ഇങ്ങനെ പാറി പറക്കാനൊന്നും പറ്റില്ലല്ലോ, പണിയെടുക്കണമല്ലോ, പഠിച്ചില്ലെങ്കിലും പറ്റില്ലല്ലോ. പക്ഷെ
കോളേജ് ലൈഫ് അത് കളർഫുൾ തന്നെയാണ് കേട്ടോ. ഉം. അത് പക്ഷെ എനിക്ക് പോയി പഠിക്കാൻ പറ്റി, അത് വലിയ കാര്യം. അതെ, ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സിനിമയിൽ അതും ലീഡ് ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്നു, അത്രമാത്രം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതേ ടൈം പഠിത്തത്തിലും മിടുക്കിയായിരുന്നു. ഇത് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി? മിടുക്കിയെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു പഠിക്കാനുള്ളതൊക്കെ. ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാന് തമിഴ് സിനിമയുടെ ഒരു ഷൂട്ടിന് പോയപ്പോഴാണ്, എനിക്ക് തോന്നുന്നു പൊള്ളാച്ചി ആയിരുന്നു തോന്നുന്നു. അവിടെ കാർത്തിക് സാറിന്റെ അദ്ദേഹം ആണ് ഹീറോ, സുന്ദർ സി സാറിന്റെ മൂവി. അപ്പോ ഞാന് ഇതാണ് എടുത്തത്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ് ഞാൻ. അപ്പൊ അതിൽ ഇതുപോലെ ഈ വീഡിയോ, അതായത് ഡിറക്ഷൻ, ഒരു ചെറിയ ഷോർട്ട് ഫിലിം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു പത്രം ഓഫീസില്, നോട്ട് പത്രം, അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്യണം ഒരു മാസം, അങ്ങനത്തെ പ്രോജക്ട്സ് ആയിരുന്നു. അപ്പൊ അതിലൊരെണ്ണായിരുന്നു ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ. അപ്പൊ എന്റെ ഫസ്റ്റ് സിനിമയാ, എന്റെ ഫസ്റ്റ് തമിഴ് ലൊക്കേഷനാ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഡയറക്ടർ സാറിനോട് പറഞ്ഞു സാർ, അപ്പൊ എനിക്ക് ഖുഷ്ബു മാമിനെ അറിയാം, എനിക്ക് സാറിനെ മാം വഴി അറിയാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അന്ന് ഫസ്റ്റ് ഡേ പരിചയപ്പെടുന്നേ, എന്റെ ഈ പ്രോജക്ട് ഡ്യൂ ആ നെക്സ്റ്റ് ഡേ. അപ്പൊ എന്നിട്ട് അന്ന് ഇമെയിലൊന്നും ഇല്ല. അപ്പൊ ഇവിടുന്ന് അത് അടുത്ത സ്ഥലത്ത് പോയി, അത് എന്താ പറയാ, ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അയച്ച്, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്നത്തെ പോലെ നമുക്കൊരു ബട്ടണിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊരു സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യണം, ക്യാൻ ഐ ഇന്റർവ്യൂ യു? അപ്പൊ സാർ പറഞ്ഞു, നോ, ഐ തിങ്ക് യു ഷുഡ് ആസ്ക് കാർത്തിക് സാർ, ഐ വിൽ ഇൻട്രൊഡ്യൂസ്. അപ്പൊ സാറ് പോയിട്ട് പറഞ്ഞു, സാർ ദിസ് ഇസ് ദിവ്യ, ഷീ നീഡ്സ് ടു ഡു ആൻ ഇന്റർവ്യൂ. അപ്പൊ സാർ ചോദിച്ചു, വേർ ഇസ് ദ ഹീറോയിൻ? Sir, I'm the heroine. I'm going to interview you also. Sir, what? Are you here to act or to interview? Both. But first I'll interview, then I will act. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് ഓഡിയോ റെക്കോർഡിങ്, അതൊരു പണ്ടത്തെ വാക്ക്മാൻ അല്ലേ, വെല്ലമർത്തി ഇങ്ങനെ എടുത്ത് അത് സബ്മിറ്റ് ചെയ്തു. അതാണ് പറയുന്നത്, ഷൂട്ടിന്റെ ഇടയ്ക്ക് വരെ സുഹൃത്തുക്കളെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ, എല്ലാവരും വിചാരിച്ചത് എന്താണ് ഇവര്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഭയങ്കര ചമ്മലായിരുന്നു, കാരണം ലൊക്കേഷൻ ഇത്ര ബഹളം നടക്കണ, ലൈറ്റ് എടുത്ത്. അപ്പൊ എല്ലാവരും അത് വളരെ സീരിയസ് ആയിട്ട്, സുന്ദർ സാറൊക്കെ നമ്മ ഇന്റർവ്യൂ എടുത്തിട്ട് പേസാൻ വരുന്നത് കൊഞ്ചം, അയ്യോ എല്ലാരും വേറെ ശ്രദ്ധിക്കും, ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുത്തോളാം അല്ലേ. പക്ഷെ ഭയങ്കര ശബ്ദം, അപ്പൊ ഇതില് റെക്കോർഡ് ആവുമ്പോ അങ്ങേരുടെ ശബ്ദം, അദ്ദേഹത്തിന്റെ ശബ്ദം വരുന്നില്ല. അതെ അതെ അതെ. സോ ഐ വാസ് ലൈക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ ഐ സബ്മിറ്റഡ് ഓൺ ടൈം. യെസ്, വെരി ഗുഡ്. അതേപോലെ മമ്മൂക്ക എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പഠിത്തം കണ്ടിന്യൂ ചെയ്തത് മമ്മൂക്കയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്ന്. ആണോ? അത് നേരിട്ട് ചേച്ചിയെടുത്ത് പറഞ്ഞാണോ അതോ അച്ഛനോടും അമ്മോടും ഒരിക്കൽ സൂചിപ്പിച്ചത്? കാരണം ഈ ലൊക്കേഷനിൽ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വായനയോ പഠിക്കാനുള്ളതൊക്കെ, അല്ലാണ്ട് വലിയ വായനാശീലമില്ല. പക്ഷെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ വല്ലതും നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വായിച്ചോണ്ടിരിക്കും. ഷോർട്ട് കട്ട്സ് ആണല്ലോ നമ്മൾ നോക്കണത്. അപ്പൊ അതൊക്കെ കാണുമ്പോ അതല്ല അങ്ങനെ. അപ്പൊ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ അമ്മോട് ഇങ്ങനെ മമ്മൂക്ക എന്നോട് പറഞ്ഞു എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു മറവത്തൂർ കനവ്, അതാണ് നിങ്ങള് പേരായിട്ട് അഭിനയിച്ച ഒരു സിനിമ. അപ്പൊ ആ സെറ്റിലാണോ ഇതുപോലെ ഇടക്കിടക്ക് പഠിച്ചുകൊണ്ടിരുന്നത്? ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അതിന് മുമ്പ് ചെയ്തതാ. മറവത്തൂർ കനവിൽ ഇങ്ങനെ നായികയാണ് മമ്മൂക്കയുടെ എന്ന് പറഞ്ഞ കോള് വന്നപ്പം ഹൗ ഡിഡ് യു ഫീൽ? ഇല്ല, അത് ഞാനങ്ങനെ ഇത് അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസസ് തന്നെയുള്ളൂ, അല്ലാണ്ട് അതിന് മുമ്പ് ഒരു പ്ലാനിങ്ങോ, ഈവൻ എന്റെ സിനിമയിലേക്കുള്ള വരവും അതൊരു എന്താ പറയാ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെയൊന്നും അല്ല. ഡാൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നപ്പോ അതിന് മുമ്പ് സീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ലൊക്കേഷനും അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട്. പിന്നെ അതെ, ഇപ്പോഴും റീലിലൊക്കെ അതിലിങ്ങനെ കോഴിയുടെ പുറകെ കൂടെ നമുക്ക് ഓടിപ്പോയി പിടിക്കുന്ന സീനുകളൊക്കെ ഇപ്പോഴും റീലില് കോമഡി ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് കാണുന്നുണ്ട്. അതെ, അപ്പൊ പണ്ടത്തെ ചേച്ചി അഭിനയിച്ച സിനിമകളിൽ ഇങ്ങനെ ഒന്നും കൂടി ആളുകൾ റീവിസിറ്റ് ചെയ്യുമ്പം അത് റീൽസ് ആയിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ആ കാലഘട്ടവും അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് ഫീൽ ചെയ്യാറ്?
പക്ഷെ എനിക്ക് ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പോ റേഡിയോ ചാനൽസും TV ചാനൽസ്, യൂട്യൂബ് ചാനൽസ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആഹാ. നിക്കുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സ്നേഹം അറിയാൻ പറ്റണത് അതുകൊണ്ടാണ്. എനിക്ക് ആളുകൾ മെസ്സേജ് അയക്കും, 25 ഇയേഴ്സ് ആയി, 25 ഇയേഴ്സ് ഓഫ് ഈ മൂവി, അല്ലെങ്കിൽ Yeah. 10 ഇയേഴ്സ് ഓഫ് ഈ മൂവി, അങ്ങനെയൊക്കെ ഉം. എനിക്ക് മെസ്സേജസ് അയക്കും. ചേച്ചി ഇത്ര വർഷമായി. ഞാൻ അപ്പോ ഞാൻ വിചാരിക്കും, എന്നിട്ട് അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ അയച്ചു തരും. അപ്പൊ ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ആ. ഒരു റേഡിയോ ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അയക്കണ പോലെയല്ല. ഇത് ഓരോ ഇൻഡിവിജ്വൽസ് അയച്ചു തരുമ്പോ അവരെ എത്ര റിസർച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെ കിട്ടണോ അവർക്ക്, അത് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അതെ അത്രയും നേരമെങ്കിലും നമ്മുടെ ചിന്ത അവരുടെ മനസ്സിലില്ല. അതൊരു വലിയ കാര്യമല്ലേ. അതെ തീർച്ചയായും. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മമ്മൂക്കയ്ക്ക് പണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ കത്ത്? ഇല്ല, അത് ജസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻ മെസ്സേജ് ആയിരുന്നു. ആ. അന്നൊക്കെ ഞാൻ അതാണ് ഈ 2 വെള്ളത്തിലല്ലേ, കോളേജ് ലൈഫും ഉണ്ട്, അഭിനയം ഉണ്ട്. അഭിനയം ഉണ്ട്. ആ. കോളേജിലൊക്കെ അനങ്ങിയാൽ വെൽക്കം കാർഡ്, ഗുഡ് ബൈ കാർഡ്, മറ്റേ കാർഡ്, ആർച്ചീസ്, ഹോൾമാർക്ക്, ആ കാലഘട്ടത്തിലെ അയ്യോ സത്യം. കിഡാണ് ഞാൻ. അനങ്ങിയ നമ്മൾ ആ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ ആ ഗിഫ്റ്റ് നമ്മൾ വാങ്ങി അല്ലേ? വാങ്ങും, ഈ ശരിയാ. ഹാർട്ടില് പാവ പിടിച്ചോണ്ട് അങ്ങനെ അത്രയും ഉണ്ടാകുന്നില്ലെങ്കിൽ കാർഡുകള് ഉം. വെറുതെ പോയിട്ട് വായിക്കാനും ഇഷ്ടമായിരുന്നു. ആ അതിൽ എഴുതിയിരിക്കുന്ന അതിൽ quotes ഉം. എഴുതിയിരിക്കുന്നതൊക്കെ എന്തിനാന്നറിയോ? ആ. കാരണം ഈ കോളേജ് യൂണിയൻ ഇപ്പൊ പറയാമോ, ഇപ്പൊ പിന്നെ അതെ സത്യം വെളിപ്പെടുത്തു. കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ ഒക്കെ വിളിക്കുമ്പോഴേ ആ. നല്ല പഞ്ചായത്തൊക്കെ നമ്മൾ ഈ Intro. ആലോചിച്ച് പറയാനാ. അപ്പൊ ഈ കാർഡിലേക്ക് നോക്കിയിട്ട്, അതാണ് ഈ മലയാളം നേരത്തെ ചോദിച്ചില്ല, ഈ ആ. ഇംഗ്ലീഷ് കാർഡ്സ് ഒക്കെ വായിച്ചിട്ട് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയത് ഇങ്ങനെ ആ. കോളേജ് ജീവിതം, ഈ കോളേജ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ പോയി വായിച്ചിട്ട് ഇതൊക്കെ പോയിട്ട് യൂണിയൻ ഇനാഗുറേഷന് നമ്മളുടെ ഭാവനയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോ ആളാണ് ഓ. അപ്പൊ ഞാൻ തന്നെ അരെ വാ എന്നൊക്കെ. ഞാൻ എന്താ സ്കോർ ചെയ്തു. അപ്പൊ എനിക്കിത് പോയി വായിക്കാൻ ഇഷ്ടം, കാർഡ്സ് പോയി വായിക്കാൻ ഇഷ്ടമാണ്. ആ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു കൾച്ചർ ഉണ്ട്. ലൈക്ക് ഈ കാർഡ്സ് വായിക്കുന്ന ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻ, അതിന് കാർഡ്, ആ. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലും ഇതിപ്പോഴും ഉണ്ട്. പക്ഷെ അപ്പൊ അന്ന് ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് ഒരു അവാർഡ് കിട്ടിയ മമ്മൂക്കയുടെ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ ഉടനെ ഞാനൊരു എന്താ പറയാ, കൺഗ്രാറ്റുലേഷൻ നോട്ട് എഴുതിയതാണ്. ആ. അത് പക്ഷെ അതിപ്പോ വലിയ വാർത്തയായി. കത്ത് എന്നൊക്കെ പറഞ്ഞിട്ടായി. പക്ഷെ അതാണ് ഇത്രയും തർജ്ജമയൊക്കെ ചെയ്ത് കാർഡ് പഠിക്കുന്ന ഒരാള് എന്തായിരുന്നു മമ്മൂക്കയുടെ ആ ലെറ്ററിൽ എഴുതിയിരുന്നേ? അല്ലല്ല, ഞാൻ എന്താന്ന് എഴുതിയത്, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കാരണം ഫോർ ഷുവർ ആണ് ഞങ്ങളുടെ അഭിമാനം മമ്മൂക്കയുടെ ഒക്കെ നമ്മള് അഭിനന്ദിക്കാനൊക്കെ ഉള്ള അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും പോയി കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മള് കുറച്ച് വെറൈറ്റി വേണമല്ലോ, നമ്മള് ഒരു പുതുമയുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് കൊടുത്തായിരിക്കും, എനിക്കറിയില്ല. അത് അന്ന് കൊടുത്തു വന്നിട്ട്? പിന്നെ ആ ശരി. അത് സെറ്റിലായിരുന്നോ അതോ പിന്നെ? ഇല്ല, ആ ലൊക്കേഷനിൽ തന്നെ നമ്മള് ആ ന്യൂസ് വന്നിരുന്നു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം എല്ലാരും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ആ. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. ഓ. അപ്പൊ അതൊക്കെ, അപ്പൊ അതിന്റെ കൂടെ ഞാനും ഈ കത്ത് കണ്ടിട്ട് എന്ത് പറഞ്ഞു കാർഡ്? മമ്മൂക്ക താങ്ക് യു പറഞ്ഞു. അല്ലാതെ മമ്മൂക്ക എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ലൈക്ക് എല്ലാവരും അന്നിങ്ങനെ എന്താ പറയാ, ആ ഒരു ഏജ് വൈസ് അല്ലേ നമ്മളെ നോക്കി കണ്ട് അതെ. ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ്. യെസ്. ഇപ്പം കൊറേ സിനിമകൾ ചേച്ചിയുടെ ഭരണകൂട്ടത്തില് നമ്മളിപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന സിനിമയാണ് ഫ്രണ്ട്സ്. അപ്പോ ഫ്രണ്ട്സിലെ പല ഡയലോഗുകളും നമ്മളിപ്പോ പറയാറുണ്ട്. അതിലത്തെ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സീന്, ചേച്ചി സ്കൂട്ടറിൽ പോകുമ്പോ ബാക്കില് ശ്രീനിവാസൻ ഇരിക്കില്ലേ, അത് ഇങ്ങനെ. അപ്പൊ എന്നിട്ട് അവിടെ ഒരു ഡയലോഗ് പറയല്ലോ, അനിയത്തിയല്ലേ പോയിക്കോടോ. അപ്പൊ ആ ഒരു സീൻ ഷൂട്ട് സമയത്ത് എങ്ങനെയായിരുന്നു ആ സ്കൂട്ടറിലുള്ള യാത്ര? സ്കൂട്ടറില് വേഗം പോവാൻ പറഞ്ഞു. ആ നമ്മള് ഇപ്പൊ ശരിയാക്കി തരും. ഇല്ല, നമുക്ക് ഓടിക്കാൻ അറിയാം. ഞാൻ എപ്പോഴും ഓടിക്കാറുണ്ട്. എന്നാലും ഇത് ഇത്രയുള്ള ദൂരത്തിലായിരിക്കില്ലേ, ആ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഓടിക്കുമ്പോ നമുക്ക് സ്പീഡിൽ ഓടിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ചെറിയ ചെറിയ ഡിസ്റ്റൻസ് അല്ല. അപ്പൊ ശ്രീനേട്ടനെ വെച്ചിട്ട് ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. പക്ഷെ ശ്രീനേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ആണല്ലേ? ഓടിക്കാൻ എൽക്കാരനും ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു തോന്നുന്നു.
അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും അത് ഉണ്ടായിരുന്നില്ല. ശരി. ഞങ്ങൾ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്. ശ്രീനേട്ടൻ ഇതുപോലെ ഒരു സിനിമയ്ക്ക് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ വണ്ടി ഓടിക്കണായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ഓടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ കൂടെയുള്ള ചാക്കോച്ചനും ആസിഫലിക്കും അത് അറിയില്ലായിരുന്നു. അവസാനം എങ്ങനെയോ ഇവിടെ നിർത്തണായിരുന്നു. അപ്പൊ നിർത്തുകയൊക്കെ ചെയ്തു. നന്നായപ്പോ ഓടിക്കാൻ അറിയോ? ഇല്ല ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതാണല്ലേ ക്ലച്ച് എന്നൊക്കെ ചോദിച്ചു വന്ന്. അപ്പൊ അതേപോലെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നോ എന്ന് ഇല്ല ചോദിച്ചതായിരുന്നു. ഇല്ല ഇല്ല ഇല്ല. അത് എന്താ പറയാ, ഒന്ന് രണ്ട് എന്താ പറയാ ഷോർട്സ് ഒക്കെ എനിക്ക് തോന്നുന്നു വളരെ ലോങ് ആണല്ലോ. ആ അപ്പൊ നമ്മള് കേൾക്കൂല ഇത് നിർത്താൻ പറഞ്ഞാല്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പുറകെ ഓടിയൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം ഫീൽഡ് എക്സിറ്റ് ആയി കഴിഞ്ഞൂന്ന്. കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നിർത്താലോ. അതെ. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ആ സമയത്ത് ചെയ്യുന്ന ഓരോരോ സിനിമകൾ ഭയങ്കര ഹിറ്റ് ആകുന്നു. ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ചേച്ചീനെ തിരിച്ചറിയുന്നു. അപ്പം അന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു സ്റ്റാർഡം ഉണ്ടല്ലോ. അത് എങ്ങനെ അത് ഹൗ ഡിഡ് യു മാനേജ്? കാരണം ആ ചെറിയൊരു പ്രായമാണ്. ആ സമയം മുതലേ സിനിമയിൽ വന്നു. എല്ലാ ലീഡ് ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. സോ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ് സെലിബ്രിറ്റി ഒരു കാര്യം? അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാർഡം ടച്ച് ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ള ഒരു കോളേജ് ഇയേഴ്സ് ആയിരുന്നില്ല എൻ്റെ. കാരണം റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യണമായിരുന്നല്ലോ. ആ അതായത് ഇപ്പോ ഡാൻസ് ക്ലാസ്സിന് പോവുക, ആം, അമ്പലം പ്രോഗ്രാംസ് ചെയ്യും, ആ പിന്നെ അമ്പലങ്ങളിൽ പോവും തൊഴാനും അങ്ങനെയൊക്കെ. അപ്പോഴൊന്നും നമ്മള്, എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് ഒരു അയ്യോ നമുക്ക് നമ്മൾ കോൺഷ്യസ് ആണ് എന്നുള്ള രീതിയിൽ നിന്നാലാണ്, ബിക്കോസ് എല്ലാവരും മനുഷ്യരാണല്ലോ. അതെ. അപ്പൊ നമ്മള് ആ ഒരു നമ്മൾ കേർട്ടീസ് ആയിട്ട് നിന്നാലും നമുക്കും തിരിച്ച് കേർട്ടസി കിട്ടും എന്നുള്ള അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ അവിടെ ഇപ്പൊ എല്ലാവരും ഒരേ കാര്യത്തിനല്ലേ വന്നേക്കണേ. അതെ. അപ്പൊ അങ്ങനെ നമ്മളെ ശല്യം ചെയ്യണം. ഇപ്പൊ എയർപോർട്ടുകളാണ്, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാ കടയിലൊക്കെ പോയി ഷോപ്പ് ചെയ്തിരുന്നതും അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ. ആ ആം, പിന്നെ കോളേജിന്റെ ബാക്കില് ഐസ്ക്രീം കഴിക്കാനും അങ്ങനത്തെയൊക്കെ എല്ലാം ആ. എല്ലാത്തിനും പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മാറി നിക്കണമെന്നോ ഇവിടെ വരണ്ട അങ്ങനത്തെ ഒരു നിങ്ങൾ അവിടെ പോയാല് പ്രശ്നമാവും അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഉം. നായികയായിട്ട് അഭിനയിക്കുന്നു. അതേപോലെ തന്നെ അനിയത്തിയായിട്ടും ആ. അഭിനയിച്ച ആളാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ കൂടെയുള്ള ഈ 2 റോളിലും അഭിനയിച്ചത് കൊണ്ട് ചോദിക്കണം, എങ്ങനെയാണ് ഓരോ സെറ്റിലും ലാലേട്ടൻ ഉണ്ടായിരുന്നത്? ലാലേട്ടൻ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ശശി സാറിന്റെ സെറ്റ്, സിബി സാറിന്റെ സെറ്റ്, അതിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവര് അതൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ലാലേട്ടൻ എപ്പോഴും. ഇപ്പൊ അതെ. വർണ്ണ ക്യാരക്ടറും പിന്നെ ഇത് ഉസ്താദ്. കുറച്ചുകൂടെ മറ്റേതൊരു ഭയങ്കര എന്താ പറയാ, ഒരുപാട് ഉള്ളിൽ ഒതുക്കണ കുറെ ലൈഫില് എന്താ പറയാ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ. അതെ. ഇത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കർ ആയിട്ടുള്ള ഒരു Yeah. ക്യാരക്ടർ. അപ്പൊ അതിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ ഇവരെ പറ്റിയൊന്നും നമുക്കിങ്ങനെ ഹൗ ഡിഫറെന്റ് ഒന്നും പറയാൻ പറ്റില്ല. അവരാണല്ലോ ലൈക്ക് ദ ഹോൾ തിങ്. ആ മൂവി തന്നെ അവരല്ലേ, അവര് ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ എന്താ പറയാ, ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതെ. പറ്റില്ല. ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്. യെസ്. അപ്പൊ ഇപ്പോഴും ഇപ്പം ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഫിഗർ വരുമ്പം ഇപ്പൊ റീൽസിലാണെങ്കിലും ഈവൻ ഞാനും എന്റെ ബ്രദേഴ്സിന്റെ കൂടെ ഉള്ളതിലൊക്കെ പാട്ടിട വെണ്ണില കൊമ്പിലെ എന്നുള്ള ആ പാട്ടാണ് ഇടുന്നത്. കാരണം നമുക്ക് ഒരു ചേട്ടൻ അനിയത്തി ബന്ധം എന്ന് പറയുമ്പോ ഇപ്പോഴും ആ അതെ പാട്ടും നിങ്ങളെയാണ് ഓർമ്മ വരാന്നുള്ളതാ. അപ്പൊ അതെ. ശരിക്കും ആ സിനിമയിൽ മറ്റേ പപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അനിയത്തിക്കുട്ടിയായിട്ട് ആക്ച്വലി ആ സെറ്റിൽ വിലസിയോ? ആ അന്ന് അന്ന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം ആ സീൻസും പിന്നെ അതെ. അത്രയും കണ്ണെഴുതി വലിയ കൊടുക്കുന്നതും അല്ലേ? അതെ അതെ അതെ. നല്ല രസമായിരുന്നു ഷൂട്ടിംഗ് സമയം. യെസ്. അപ്പോ സ്വന്തം ഒരു അനിയത്തിയുണ്ട്. അപ്പൊ ചേച്ചി പണ്ട് ഇന്റർവ്യൂല് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ആദ്യത്തെ മോൾ അവളാണ് എന്നുള്ളത്. അപ്പൊ ഒരു ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു ആള് ആസ് എ ചേച്ചി എങ്ങനെയാണ്? ഞാന് വിദ്യ ആക്ച്വലി ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോ 10ാം ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ വിദ്യ അവിടെ 1ാം ക്ലാസ് കയറി. അയ്യടാ. അത്രയും വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ ഏജ് വൈസ്. സോ ആദ്യത്തെ ആ ഒരു സമയങ്ങളൊക്കെ ഞാൻ ഈവൻ യു എസിലെ വിദ്യയുടെ കോളേജ് സമയത്തൊക്കെ ഞാൻ യു എസിലായിരുന്നു. ആ.
പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് അവിടെ വന്നിട്ടുണ്ട്, 2 3 തവണ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഡാൻസ് ഒന്നിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്തവണ ഞങ്ങൾ വൈക്കത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് വൈക്കത്ത് അഷ്ടമിക്ക് പെർഫോം ചെയ്തപ്പോ അവിടെ നമ്മളോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അന്ന് കളിച്ചില്ലേ വൈക്കത്ത്, പണ്ട് വൈക്കത്ത് അഷ്ടമിക്ക് കളിച്ചതിന്റെ ആ ഐറ്റം ഇപ്പോഴും കളിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് നോക്കിയപ്പോ വിദ്യ കൃഷ്ണനായിട്ടും യശോദയായിട്ടും കണി കാണുന്നേരാ കളിച്ചത്. അത് ശരി. അപ്പൊ ഞാൻ ആ ചോദിച്ചതിനോട് പറഞ്ഞു, നമ്മൾ ഇപ്പതേ എന്നിട്ട് വിദ്യയുടെ കൊച്ചു ഒക്കത്തിരിക്കുന്നുണ്ടായിരുന്നു വൈക്കത്ത് കളിക്കുമ്പോ, മോള് ശോഭിത ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനെ ഇനിയിപ്പൊ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഈ പാളി ഇത്രയായില്ലേ, അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് കളിക്കാം, പക്ഷെ കണി കാണുന്നേരം നടക്കുമോ സംശയമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ എന്താ പറയാ ഡാൻസ് പ്രോഗ്രാമും ട്രാവൽ. പിന്നെ ഞങ്ങള് അമ്മയുടെയും വിദ്യയുടെയും വെക്കേഷൻ ടൈമില് അച്ഛൻ എപ്പോഴും എന്റെ കൂടെ ആയിരുന്നു. അച്ഛൻ VRS എടുത്ത് ലൊക്കേഷൻസിലൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും വിദ്യക്കും സ്കൂൾ വെക്കേഷൻ വരുന്ന സമയത്ത് ഇവരും നമ്മൾ എവിടെയാണെങ്കിലും, ലൊക്കേഷൻ ആണെങ്കിലും ഡാൻസ് ഷോസ്, ഇപ്പൊ ഗൾഫ് ഷോസ്, അങ്ങനെ US ടൂർ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്നിച്ചായിരിക്കും. സോ യാത്രകളിലൊക്കെ എന്താ പറയാ ഒന്നിച്ചുണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പൊ ഞാനപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അതുപോലെ വരുന്നത്. അതായത് ഈ ഞാനും വിദ്യയും 20s ഒരു വർഷം ഉണ്ടാവുള്ളൂ, 30s ഒരു വർഷം ഉണ്ടാവുള്ളൂ. ഓ ശരിയാ. സോ അപ്പൊ ഞാനിങ്ങനെ അതാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നമ്മൾ രണ്ടുപേരും 20s സെലിബ്രേറ്റ് ചെയ്തു, 30s ഒക്കെ ആയപ്പോ ഞാനിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ കണ്ടില്ലേ, അങ്ങനെ അങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സിസ്റ്റർ തിങ്സ്. എനിക്കൊരു ചേച്ചിയാണ്, അപ്പം എനിക്ക് ചേച്ചി പറയുന്ന കുറെ കൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഈ 2 പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ ജോക്ക് എന്ന് പറഞ്ഞാല് ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഉറങ്ങണില്ല, കൊച്ചു ഉറങ്ങണില്ല ഇങ്ങനെ. അപ്പൊ ഞാൻ പറയും, ശരിക്കും എന്റെ തലയിലുള്ള റിയാക്ഷൻ വേണോ അതോ, കാരണം തലയിൽ അട്ടഹാസാണ്. വെൽക്കം 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 ടു മദർഹുഡ്. തലയിലുള്ള ഞാൻ ഒന്ന് ചിരിച്ചോട്ടെ. അപ്പൊ ശരിക്കുള്ളത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ശരിക്ക് തലയിൽ നടക്കണതും പറഞ്ഞോളൂ, അതല്ലാണ്ട് പുറമെ ജസ്റ്റ് പറഞ്ഞതിനുള്ള റിപ്ലൈ, ഉറക്കം വന്നില്ല, ഉറങ്ങിയില്ല അല്ലെ, കുറച്ച് റെസ്റ്റ് എടുക്കുക, അതൊക്കെ നമ്മള് കേർട്ടിയസ് ആയിട്ട് പറയണത്. മറ്റത് അങ്ങനെയല്ല, അവര് ചിരിക്കണല്ലേ കഴിഞ്ഞോ ദുഷ്ടത്തിന്നൊക്കെ. ഇപ്പൊ ആ ഒരു സ്റ്റേജാണ്. ഇപ്പം ചില ആക്ടേഴ്സിന് ഒരുമിച്ച് പേരുകൾ കേൾക്കൂല്ലോ. ഇപ്പം കാവ്യ മാധവൻ, കാവ്യ നവ്യ എന്ന് കേൾക്കണ പോലെ തന്നെ പണ്ട് കേട്ടിരുന്ന 2 പേരുകളാണ് ദിവ്യ ഉണ്ണിയും അതുപോലെ മഞ്ജു വാര്യർ. മഞ്ജു ദിവ്യ എന്നുള്ള പേര് എപ്പോഴും രണ്ടുപേർക്കും അത്രയും ഫാൻസും ഉണ്ടായിരുന്നു, അവർ തമ്മിലൊരു അടിയും ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് മഞ്ജു ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം? അത് ഈ സിനിമ ഇറങ്ങിയതുകൊണ്ടുള്ള ഒരു ടോക്കാണ്. അതങ്ങനെ എന്താ പറയാ, കോമ്പറ്റീഷൻ ഉണ്ട്. അന്നും ചോദിക്കും ആളുകൾ കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. അത് പക്ഷെ അതൊരു ജസ്റ്റ് അതിപ്പോ യൂത്ത് ഫെസ്റ്റിവലിൽ ഇപ്പൊ 2 പേര് കലാതിലകം സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയാൽ അവരോടും ചോദിക്കും തമ്മില് ഇതുണ്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമുക്കും ഒരുപാട് സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് സ്പെൻഡ് ചെയ്യാൻ. ഡാൻസ് ഒരു കോമൺ ഫാക്ടർ ആയ കാരണം പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും ഗൾഫ് ഷോസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കും ഒന്നിച്ച് ഔട്ട്സൈഡ് ഷൂട്ടിംഗ് സെറ്റ് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ കഥകൾ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ തമ്മിൽ ചെറിയൊരു എന്താ പറയണ്ടേ, അന്ന് കഥകളല്ല അതും. പക്ഷെ താങ്ക്സ് ടു എന്താ പറയാ പ്രസ്, ഈ ഇന്റർവ്യൂസിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്ന് അതിങ്ങനെ ആളുകള് മേ ബി ക്വസ്റ്റ്യൻ മാത്രമേ വായിക്കുള്ളായിരിക്കും, അടിയുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് വായിക്കുന്നുണ്ടാവില്ലായിരിക്കും. ആ ക്വസ്റ്റ്യൻ വന്നാണ് ആ ഒരു ടോക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പം ചേച്ചിനെ പറ്റി കേട്ടിട്ടുള്ളൊരു റൂമർ, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള റൂമർ എന്തായിരിക്കും? ഇത് തന്നെയാ, ഇങ്ങനെ അടി ഉണ്ടായിരുന്നോ എന്നുള്ളത് അത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ
ഇല്ല. വേറെ ഒന്നും കുറച്ച് ഒരു എന്താ പറയാ വളരെ കുറച്ച് പേര് ഞാൻ അത്രയ്ക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണോ എന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് ഗൗരവക്കാരിയാണോ? ഗൗരവകാരിയാണോ അങ്ങനെ ചോദിക്കാറുണ്ട്. ആ. പിന്നെ എല്ലാം ഇങ്ങനെ എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അതായത് ഡീപ്പായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആണെന്ന് ഇങ്ങനെ ഒരു വാർത്തകൾ. അങ്ങനെ അങ്ങനെ എന്താ അത് അങ്ങനെ അല്ലാണ്ട് ഡിപ്ലോമാറ്റിക് അല്ലാണ്ട് ശരിക്കും എന്താ ഞാൻ പറഞ്ഞു അതൊരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണണം എന്ന് ആഗ്രഹിച്ച് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുത്ത് നമ്മൾ അങ്ങനെ തന്നെ ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണല്ലോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. നമ്മള് സെൽഫ് ഡൗട്ടും നെഗറ്റിവിറ്റിയും കൊണ്ടുവന്നാൽ ചിലപ്പോ നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ലൈക്ക് ആ നെഗറ്റിവിറ്റിയും പേടിയും മനസ്സിനെ ബാധിക്കാൻ സമ്മതിച്ചാൽ സോ അത് ശരിയാണ്. എല്ലാത്തിലും ഒരു പോസിറ്റീവ് വശം കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോ ഈ കുറച്ച് എന്താ പറയുന്നത് അവിടെ ചീസി ആയിട്ടെന്ന് പറയും. അറിയില്ല. ഇപ്പോ ഇവിടെ ഒരു പാട്ടുമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ ഇരുന്നാല് അതിന്റെ ആ ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് ഭയങ്കര നന്നായിട്ട് വന്നാൽ ഞാൻ ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് ഐ സേ ഓ മൈ ഗോഡ് താങ്ക് യു സോ മച്ച്. ഇതെങ്ങനെ ഇതൊരു സംഭവമാണല്ലോ ഈ തോട്ട്സ് ഇങ്ങനെ ലൈനപ്പ് ആയി വന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, അത് ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ട്രെയിൻ ചെയ്തെടുത്താണോന്ന് ചോദിച്ചാൽ അത് അങ്ങനെ എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അൺകോൺഷ്യസ്ലി വരുന്നതാണ്, പക്ഷെ ഞാൻ കോൺഷ്യസ് ആണ് ഇങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ സംഭവിക്കുന്നുള്ളത്. സോ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, പക്ഷെ അതുണ്ട്. അതിന് ഡിപ്ലോമസി ഒന്നും അല്ലാതെ ഇറ്റ്സ് ജസ്റ്റ് I like that about me. I'll keep it. അപ്പൊ ചേച്ചിനെ പറ്റി ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ അധികം സംസാരിക്കാത്ത ആളാണ്, അങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ്സ് കേൾക്കുന്ന സമയത്ത് ആ ടൈമിലൊക്കെ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? അത് അങ്ങനെ ബാധിക്കാറില്ലേ ചേച്ചിനെ പറ്റി പറയുന്നത് ചേച്ചി കേൾക്കണേ? അതെങ്ങനെയാണ്? ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ദാറ്റ്? ഇല്ല, all this was not there till ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ വരെ ഒന്നും കേട്ടിട്ടില്ല. അതിനുശേഷം ഞാൻ US സെറ്റിൽ ആയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോ അപ്പോഴല്ലേ നമ്മൾ അറിയുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് ആരും അങ്ങനെ സംസാരിക്കുന്നു. അന്നൊക്കെ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നമ്മളെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിപ്പോ ജസ്റ്റ് പിന്നീട് കമ്മ്യൂണിക്കേഷൻ അല്ല. അതായത് ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്റെ ഔട്ട്ലെറ്റ് വാസ് നോട്ട് ജസ്റ്റ് സിനിമ, റൈറ്റ്? ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ പ്രസ് മീറ്റ്സോ ഇനാഗുറേഷൻസോ അങ്ങനത്തെ ആ ഒരു സമയം ഉണ്ടല്ലോ. സോ ജനങ്ങൾക്ക് നേരിലേക്ക് ഇറങ്ങി ചെന്ന് കാണുന്നുണ്ടല്ലോ. അല്ല നമ്മള് US പോയിട്ട് അവിടുന്ന് അങ്ങനെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരാത്തപ്പോ അപ്പോഴാണ് എനിക്ക് അവെയർ ആയത്. ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ മെസ്സേജസ് വരുമ്പോ ദേ റൈറ്റ്, അയ്യോ ചേച്ചി ഇത്ര സ്വീറ്റ് ആണല്ലോ, സിമ്പിൾ ആണല്ലോ, നമ്മളിങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ എന്താണോ കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഇറ്റ് യൂസ് ടു സ്റ്റാർട്ടിൽ മീ എ ലിറ്റിൽ ബിറ്റ്. പെട്ടെന്ന് ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ആക്ടിംഗ് എന്നൊരു ബ്രേക്ക് എടുത്ത് ഇപ്പം ഡാൻസർ എന്നൊക്കെ പറഞ്ഞ ഡാൻസർ ആണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഡാൻസിങ് ആണോ, ഡാൻസർ എന്ന് കേൾക്കാനാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെയില്ല, നമ്മള് എന്താ ഗോ വേർ ലൈഫ് ടേക്സ് അസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഡാൻസ് ഹാസ് ഓൾവേസ് ബീൻ എ പാർട്ട് ഓഫ് ലൈഫ്. അതുകൊണ്ട് അപ്പം സിനിമയിൽ ഒരു ഉടനീളം ഡാൻസർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴെങ്കിലും ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നമ്മള് ഒരുപാട് സിനിമകൾ കാണുമ്പോൾ നമ്മളുടെ മുമ്പിൽ ലിവിങ് ലെജൻഡ്സ് ഉണ്ടല്ലോ. വൈജന്യമാല മാം തൊട്ട് പത്മിനി അമ്മ തൊട്ട് ശോഭന ചേച്ചി തൊട്ട് അങ്ങനെ ലിവിങ് ലെജൻഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ കണ്ടു വളരുമ്പോ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഹെമാലിനി മാം, ഇവരൊക്കെ ഉണ്ട്. സോ ട്രെയിൻഡ് ഡാൻസേഴ്സ് ഹു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദംസെൽവ്സ് സിനിമയില്. അപ്പൊ അവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോ എന്തൊരു ഭംഗിയാണ് എന്നുള്ളത് തോന്നാറുണ്ട്. ഇപ്പോഴും കഥകള് കേൾക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടോ? സ്ക്രിപ്റ്റ് വരുന്നുണ്ട്, കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എല്ലാം കൂടി ഇതുവരെ ആ ഒരു ഗ്രൂവിൽ വീണിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ ഒത്തിരി സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ നല്ല മെമ്മറീസ് തന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഇനിയും ഇതേപോലെ തുടർന്നും സിനിമയിൽ സജീവമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം.
അപ്പം താങ്ക് യു. യെസ്, അപ്പൊ അത് അല്ലെങ്കിൽ നടക്കട്ടെ. ഇനിയിപ്പോ ലാംഗ്വേജ് ടെസ്റ്റും ഓഡിഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ജോലി കിട്ടുമായിരിക്കും. അതെ, മലയാള സ്ഫുടതയ്ക്ക് ഞാന് കൊടുക്കുന്ന അവാർഡ്. അതുകൊണ്ട് ചിലപ്പോ അല്ല അങ്ങനെയൊക്കെ ഇല്ലേ, നിങ്ങൾക്കില്ലേ ആ, അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ? സ്ഫുടതയല്ലേ. ആ. ശ്രോതാക്കളെ അതെ. പിടിച്ചിരുത്തുന്ന രീതിയിൽ പക്ഷെ അത് ശരിക്കും സമ്മതിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും മലയാളത്തിന് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇത്ര അതെ. 24 വർഷമായിട്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ജസ്റ്റ് ഒരു 1 ഇയർ ഒക്കെ പോയി വരുമ്പോ തന്നെ മലയാളം മറന്നു. കൊച്ചു കൊച്ചു അറിയാം എന്നുള്ള അവസ്ഥയിലാകും. അപ്പോ ചേച്ചി പക്ഷെ ഞങ്ങളെക്കാളും നന്നായിട്ട് മലയാളത്തില് സംസാരിക്കുന്നു എന്നുള്ളത് which is really വായിക്കാനാ എന്ന് happy വെച്ചാൽ thing. കഥകളൊക്കെ വായിക്കാനും കൊച്ചു ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയൊക്കെ. ആ, പിന്നെ പണ്ടും സ്കൂൾ കാലഘട്ടത്തിലും ഇതുപോലെ ഈ കവിത കഥയൊക്കെ പറയാനുള്ള കോമ്പറ്റീഷൻസിലൊക്കെ യൂത്ത് ആ, ഫെസ്റ്റിവൽ ആ, ട്രെയിനിങ് ആണ് ഇതൊക്കെ. അതെ. അതുകൊണ്ടാണ്. യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇപ്പം ശരിക്കും കുട്ടികളുടെ ഒക്കെ ഫോട്ടോസും ഇപ്പൊ പത്രത്തിലൊക്കെ ഓരോന്ന് കാണുമ്പം പെട്ടെന്ന് ചേച്ചിയുടെ ആ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ആ ഇപ്പോ എന്താ പറയാ, ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇന്റൻസ് ആണ്. ആ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ താങ്ക് മച്ച് യു ഫോർ ചേച്ചി. ഹാവിങ് മീ. നമസ്തേ.